നമ്മൾ മൊബൈലിൽ ലോക്ക് ചെയ്തിട്ട ആപ്ലിക്കേഷൻ ആരെങ്കിലും തുറന്ന് ഉപയോഗിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ സഹിതം നമ്മളെ അറിയിച്ചു തരുന്ന ഒരു ആപ്ലിക്കേഷൻ നമുക്ക് പരിചയപ്പെട്ടാലോ. സാധാരണ നമ്മുടെയൊക്കെ മൊബൈലിൽ ഒരു ആപ്പ് ലോക്ക് സിസ്റ്റം ഉണ്ടാകും. എല്ലാ മൊബൈലിലും അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാൽ അതിനെക്കൊണ്ട് വലിയ പ്രത്യേകതയൊന്നുമില്ല. നമുക്കിപ്പോൾ ആപ്ലിക്കേഷൻ ഒരു പിൻ നമ്പർ വെച്ചിട്ട് ലോക്ക് ചെയ്യാമെന്നല്ലാതെ ഞാൻ ഈ പറഞ്ഞ പ്രത്യേകതകളൊന്നും അതിൽ നമുക്ക് ലഭിക്കുകയില്ല. എന്നാൽ ഈ ഒരു ആപ്ലിക്കേഷനിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിലൊന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇനി രണ്ടാമത്തെ പ്രത്യേകത, പിൻ നമ്പർ വെച്ച് മാത്രമല്ല ഫിംഗർ പ്രിൻ്റ് വെച്ചിട്ടും നമുക്ക് ആപ്ലിക്കേഷൻ ലോക്ക് ചെയ്തിടാൻ സാധിക്കും. ഇനി മൂന്നാമത്തെ പ്രത്യേകത, ഇതൊരു ആപ്പ് ലോക്കിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ആണല്ലോ. ഇതിൻ്റെ ഐക്കൺ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. വേറൊരു ഐക്കൺ, അതായത് ഇങ്ങനെ ഒരു ആപ്പ് ലോക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത രൂപത്തിൽ ആപ്പ് ലോക്കിൻ്റെ ഐക്കൺ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇനി മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഇത് നമ്മളിപ്പോൾ ലോക്ക് ചെയ്ത ആപ്ലിക്കേഷൻ ആരെങ്കിലും തുറക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു സൈറൻ അടിച്ചിട്ട് നമ്മളെ അറിയിക്കുന്ന ഒരു സിസ്റ്റം കൂടി ഇതിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഏതാണ് ആപ്ലിക്കേഷൻ, എങ്ങനെ ഉപയോഗിക്കാം എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കാം. ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളുടെ സൈറ്റാണ് ഓപ്പൺ ആകുക. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ആപ്പ് ലിങ്ക് എന്ന് കാണാൻ സാധിക്കും ഇംഗ്ലീഷിൽ. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ കാണാം, നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. എന്നിട്ട് എങ്ങനെ സെറ്റ് ചെയ്യാം, എങ്ങനെ ഉപയോഗിക്കാം എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് കാണിക്കുക. ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കുന്ന വൈഫൈ ആണോ മൊബൈൽ ഡാറ്റയാണോ അതിവിടെ ഓഫ് ചെയ്ത് കൊടുക്കുക. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഫ്രീ വേർഷൻ ആയതുകൊണ്ട് ഇതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് പരസ്യമില്ലാതെ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതിനുശേഷം ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇഷ്ടമുള്ള 4 അക്ക പിൻ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ക്രിയേറ്റ് എന്ന ഭാഗം കാണാം. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും അതേ 4 അക്ക പിൻ നമ്പർ കൊടുത്തിട്ട് ഇവിടെ സേവ് കൊടുക്കുക. എന്നിട്ട് ഇതാ ഇവിടെ നിങ്ങൾക്ക് ഫിംഗറിൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഏത് ഫിംഗറാണ് നിങ്ങൾക്ക് വേണ്ടത്, ഇവിടെ എനബിൾ ബയോമെട്രിക് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളൊരു വിരൽ അടയാളം ഇവിടെ കൊടുക്കുക. ദ ആപ്പ് ലോക്ക് ഈസ് റെഡി എന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ ഓക്കെ കൊടുക്കുക. സംഭവം റെഡി ആയിട്ടുണ്ട്. ഇവിടെ ലോക്ക്ഡ് അൺലോക്ക്ഡ് എന്ന ഭാഗത്താണ് ഉള്ളത്. ലോക്ക്ഡ് എന്ന ഭാഗത്ത് ഇതാ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ആപ്ലിക്കേഷൻ ഇവിടെ ഓൾറെഡി ലോക്കായി കഴിഞ്ഞു. ഇനി അൺലോക്ക് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് ഇതാ ഇവിടെ ലോക്കിൻ്റെ ചിഹ്നത്തിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഉടനെ അത് ലോക്കാവും. ഇവിടെ ലോക്ക്ഡ് എന്ന ഭാഗത്ത് ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് ലോക്ക് വേണ്ട എങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്താൽ മതി, അത് അൺലോക്ക് ആവും. ഓക്കെ, അത്രയേ ഉള്ളൂ കാര്യം. ഇനി ഇതിൻ്റെ കാര്യമായ സെറ്റിങ്സിലേക്ക് നമുക്ക് പോകാം. ഇവിടെ സെറ്റിങ്സ് കാണാം, അവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ തന്നെ സിസ്റ്റം സെക്യൂരിറ്റി എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇവിടെ തന്നെ ചേഞ്ച് പാസ്കോഡ്, അതുപോലെ തന്നെ ചേഞ്ച് സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ, അതെന്താണെന്ന് തുടർന്ന് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. പിന്നെ യൂസ് ബയോമെട്രിക്, നമുക്ക് ബയോമെട്രിക് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചേഞ്ച് ചെയ്യാം. പിന്നെ ആപ്പ് ലോക്ക്, അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ കസ്റ്റമൈസേഷൻ എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അൺലോക്ക് ആനിമേഷൻ, അതുപോലെ തന്നെ അഡാപ്റ്റീവ് ഫിംഗർ പ്രിൻറ്റ്, വൈബ്രേറ്റ് ഓൺ ടച്ച്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഇനി സ്മാർട്ട് ലോക്ക് എന്ന ഈ ഒരു ആരോ മാർക്കിൽ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെയും ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് വായിച്ച് നോക്കിയിട്ട് അതിൻ്റെതായ സെറ്റിംഗ്സിൽ മാറ്റങ്ങൾ വരുത്താം. ഇവിടെ അഡ്വാൻസ്ഡ് എന്ന ഭാഗത്തൊരു ആരോ മാർക്ക് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്പൈ ക്യാമറ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ഒരു ആരോ മാർക്ക് ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ സ്പൈ ക്യാമറ എന്ന ടോഗിൾ കാണാം. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, നേരത്തെ പറഞ്ഞ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ഇവിടെയുണ്ട്. ഇവിടെ ഒരു സ്കൂൾ ടീച്ചറെ പേരാണ് ചോദിക്കുന്നത്. ഞാൻ സ്കൂളിൻ്റെ പേരാണ് ഇവിടെ എൻ്റർ ചെയ്യുന്നത്. ഇവിടെ ഞാൻ ആൻസർ കൊടുക്കുന്നത് സിറ്റി ഹൈസ്കൂൾ എന്നാണ്. ഓക്കെ, എന്തെങ്കിലും ഒരു പേര് കൊടുത്താൽ മതിയല്ലോ. അതിനുശേഷം സേവ് കൊടുക്കുക. അത് എപ്പോഴും ഓർമ്മിക്കണം കേട്ടോ. എന്നിട്ട് ഈ ടോഗിൾ ഓഫിലായിരിക്കും ഉണ്ടാക്കുക, അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതാ ഇവിടെ പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക. ഇവിടെ സ്പൈ ഗാലറി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ആരെങ്കിലും ഇതുപോലെ സെൽഫി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ജസ്റ്റ് ബാക്ക് വരുമ്പോൾ ഇവിടെ ടാപ്പ് ടു എനബിൾ എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇതൊന്ന് എനബിൾ ചെയ്ത് കൊടുക്കുക, അലോ പെർമിഷൻ കൊടുക്കുക. ഇനി അതിൻ്റെ തൊട്ട് താഴെ ഇവിടെ ഫേക്ക് ആപ്പ് ഐക്കൺ എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇത് എനബിൾ ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐക്കൺ ഈ ആപ്ലിക്കേഷൻ്റെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം ഇവിടെ സേവ് കൊടുത്താൽ മതി. ഓക്കെ, ജസ്റ്റ് കാണിച്ചു തന്നേ ഉള്ളൂ. അതിനുശേഷം ഇവിടെ അലർട്ട് ഇൻകറക്റ്റ് എന്ന ഭാഗമുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഒരു അലർട്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, അത് എല്ലാ മൊബൈലിലും എനബിൾ ആവുമെന്ന് അറിയില്ല. അതിനുശേഷം ഇവിടെ സേവ് കൊടുക്കണം. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. ഇവിടെ അറ്റംപ്റ്റ് ലിമിറ്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ 3 റോങ് എന്ന ഭാഗത്തേക്കാണ് ഞാൻ മാറ്റി കൊടുക്കുന്നത്. ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്തിയിട്ട് ഇവിടെ സേവ് കൊടുത്താൽ മതി. ഓക്കെ, ഇവിടെ ഫേക്ക് ക്രാഷ് മെസ്സേജ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. സംഭവങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഏതെങ്കിലും ആപ്ലിക്കേഷൻ, ലോക്ക് ചെയ്ത ആപ്ലിക്കേഷൻ ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്യാണ്. പ്ലേ സ്റ്റോർ തന്നെ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതാ ഇവിടെ ലോക്ക് ചോദിക്കുന്നുണ്ട്.
ഞാനിവിടെ റോങ് ആയിട്ടുള്ള ഫിംഗറാണ് കൊടുക്കുന്നത്. നമുക്ക് നോക്കാം സെൽഫി എടുക്കുന്നുണ്ടോ ഇല്ലേ എന്ന്. ഇനി ഇതാ ഇവിടെ പിൻ നമ്പർ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതും ഞാൻ റോങ് ആണ് കൊടുക്കുന്നത്. അങ്ങനെ റോങ് കൊടുക്കുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ലോക്ക് ആവും, പിന്നെ തുറക്കാൻ സാധിക്കില്ല. പിന്നെ നിങ്ങൾ നേരത്തെ കൊടുത്ത സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ അത് ഏതാണോ അതിൻ്റെ ആൻസർ ഏതാണോ അത് കൃത്യമായിട്ട് കൊടുക്കണം. ഞാനിപ്പോൾ സിറ്റി ഹൈസ്കൂൾ എന്നാണ് കൊടുത്തിട്ടുള്ളത്. കൃത്യമായിട്ട് ഞാൻ അവിടെ എൻ്റർ ചെയ്യാണ്. എൻ്റർ ചെയ്തിട്ട് ഇവിടെ കണ്ടിന്യൂ കൊടുത്താൽ മാത്രമാണ് ഇത് ഓപ്പൺ ആകുക. ഓപ്പൺ ആയ കണ്ടോ ഇവിടെ ഒരു സെൽഫി എടുത്തിട്ടുണ്ട് എന്നുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണാൻ സാധിക്കും. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഏത് ടൈമിനാണ് ഏത് ഡേറ്റിനാണ് ഇത് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. വാച്ച് ആഡ് എന്ന ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ആ ഒരു സെൽഫി എടുത്തത് ഇവിടെ കാണാൻ സാധിക്കും. ഞാനിപ്പോൾ മൊബൈലിൽ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ് മുഖം കാണിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. ഇവിടെ നിങ്ങൾക്ക് അത് ഗാലറിയിലേക്ക് സേവ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഓക്കെ, നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇനി പരിചയമുള്ള ആരെങ്കിലും നമ്മുടെ മൊബൈൽ ചോദിച്ചൊരു അത്യാവശ്യ ഘട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും മൊബൈലിൻ്റെ ലോക്ക് തുറന്നിട്ടാണല്ലോ കൊടുക്കുക. പക്ഷേ നമ്മൾ ലോക്ക് ചെയ്ത ആപ്ലിക്കേഷൻ ഒരിക്കലും തന്നെ അവർക്ക് നോക്കാനോ ഉപയോഗിക്കാനോ സാധിക്കില്ല. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.